class we have studied Wheatstone's bridge, right? Whether you remember what is it? Okay, 4 resistor arrangement, a cell is connected. Using that arrangement of Wheatstone's bridge, we found the unknown value of resistance R4, right? Yes. Next we are going to see another application of Kirchhoff law, which is called meter bridge. Okay, very important. We have to do practicals based on this. Okay, so actually meter bridge എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച Wheatstone's bridge arrangement ഇല്ലേ, അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ തന്നെയാണ്. അതെന്താണെന്ന് നമ്മൾ ഈ സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ്. Wheatstone's bridgeും മീറ്റർ ബ്രിഡ്ജും ആക്ച്വലി ഒന്ന് തന്നെയാണ്. അതിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നല്ലാതെ ദ പ്രിൻസിപ്പിൾ വർക്കിംഗ് എവറിത്തിങ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് Wheatstone's bridge. So you can take the idea of Wheatstone's bridge to solve meter bridge. Is that clear? Yes. ഇനി എന്താണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് പറയാം. See this. നോക്കിക്കേ, ഇതാണ് ഒരു മീറ്റർ ബ്രിഡ്ജ് അറേഞ്ച്മെൻറ്റ്. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നാൽ കുറച്ചുകൂടി മനസ്സിലാവും, കാരണം ലാബ് ചെയ്യേണ്ട കാര്യമാണല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ നോക്കി വയ്ക്കുക. സി, യു ക്യാൻ സീ 1 meter ലോങ് യൂണിഫോം ക്രോസ് സെക്ഷൻ വയർ ഹിയർ. ഒരു മെറ്റാലിക് ആയ വയർ ഇതിൻ്റെ മുകളിലുണ്ട്. ഇവിടെ ഒരു മെറ്റാലിക് ആയ വയർ ഉണ്ട്. സി ദിസ്, ഹിയർ ഈസ് 1 meter ലോങ് മെറ്റാലിക് വയർ kept here, and what is the arrangement means this 1 meter wire is clamped at the ends of 2 right angle metallic strip. കണ്ടോ, ഇവിടെ ഒരു മെറ്റാലിക് സ്ട്രിപ്പ്, വേറൊരു മെറ്റാലിക് സ്ട്രിപ്പ്. ആ 2 മെറ്റാലിക് സ്ട്രിപ്പിൻ്റെ അവിടെ ക്ലാമ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ 1 meter ലോങ് വയർ. ക്ലിയർ? യെസ്. ഇനി നിങ്ങൾക്ക് കുറച്ച് ഗ്യാപ്സ് കാണാൻ പറ്റും. ഹിയർ 2 terminal, ദിസ് ഈസ് വൺ ഓഫ് ദ ഗ്യാപ്പ്. ലെഫ്റ്റിലായതുകൊണ്ട് യു ക്യാൻ കോൾ ഇറ്റ് ആസ് ലെഫ്റ്റ് ഗ്യാപ്പ്. ഓക്കെ, അനദർ തിങ് ഹിയർ ഓൾസോ, see, this is another gap, this is called right gap. Okay, here also 2 terminals are here. പിന്നെ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ മിഡിൽ കണ്ടോ, ഇവിടെ അനദർ കണക്ഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെ കണക്ഷൻ വരുന്നതെന്ന് നോക്കിയാലോ. സി, ദിസ് ഈസ് what we have to do first means, ഈ മീറ്റർ ബ്രിഡ്ജ് റീഡ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു കണക്ട് ഇറ്റ് വിത്ത് എ സെൽ. അല്ലേ, ആ സെല്ല് കൊടുക്കുന്നത് അതാണ്, വോൾട്ടേജ് കൊടുക്കുന്നതാണ് ഇത്. ബാറ്ററി എലിമിനേറ്ററാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് വോൾട്ടേജ് വേണം എടുക്കാം. ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് 2 to 12 വോൾട്ടേജ്, 2 to 12 വോൾട്ടേജ് ഉള്ള ഒരു ബാറ്ററി എലിമിനേറ്ററാണിത്. നിങ്ങൾക്ക് ഏതാണോ ചെറിയ വോൾട്ടേജിൽ ഫിക്സ് ചെയ്താൽ മതി. 2 or 4 അങ്ങനെയുള്ള ചെറിയ വോൾട്ടേജിൽ നമ്മളത് ഫിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ സെല്ല് ഈ 2 അറ്റത്തേക്ക് കണക്ട് ചെയ്യും ത്രൂ എ കീ. ഇതാണ് ഒരു കീ എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ കീ എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന കീ. ഓക്കെ, നമ്മളെ സ്വിച്ച് ഉണ്ടല്ലോ, ഇലക്ട്രിക് സർക്യൂട്ടിലെ സ്വിച്ചിൻ്റെ അതേ എഫക്റ്റാണ് ഇത് ചെയ്യുന്നത്. വെൻ ദിസ് ഈസ് ലൈക്ക് ദിസ്, ദ കീ ഈസ് ഓൺ, കറണ്ട് വിൽ പാസ് ത്രൂ ദ സർക്യൂട്ട്. വെൻ യു റിമൂവ് ദിസ് തിങ്, ദ കീ ഈസ് ഓഫ്. ദാറ്റ് മീൻസ് നോ കറണ്ട് വിൽ പാസ് ത്രൂ ദ സർക്യൂട്ട്. അപ്പോൾ ഇതാണ് ഒരു കീ. നെക്സ്റ്റ് വൺ, ഇവിടുത്തെ എൻഡ് എ എന്ന് വിളിക്കാം. ഈ എ എന്ന് പറഞ്ഞ എൻഡിൽ നിന്ന് കീ വഴി ഈ സെല്ല് ഈ എൻഡിലേക്ക്. ഇങ്ങനെയാണ് കണക്ഷൻ ആദ്യം നമ്മൾ കൊടുക്കുന്ന കണക്ഷൻ. അപ്പോൾ സെല്ല് ഫസ്റ്റ് മീറ്റർ ബ്രിഡ്ജിലേക്ക് കണക്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് വൺ, അഗെയിൻ ഹിയർ ഓൾസോ വി ആർ ഗോയിങ് ടു ഡിറ്റർമിൻ വാട്ട് അൺനോൺ റെസിസ്റ്റൻസ് ലൈക്ക് Wheatstone's bridge. അല്ല, Wheatstone's bridgeൽ അൺനോൺ റെസിസ്റ്റൻസ് കണ്ട അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് കാണണം. അപ്പം നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്ന വയർ. വേണ്ട, ഇവിടെ ഒരു വയർ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. യു ഡോണ്ട് നോ വാട്ട് ഈസ് എ റെസിസ്റ്റൻസ്. ഈ വയർ കണ്ടാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വാട്ട് ഈസ് എ റെസിസ്റ്റൻസ്? നോ. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അത് ഞാൻ ലെഫ്റ്റ് ഗ്യാപ്പിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദിസ് ഈസ് നോൺ റെസിസ്റ്റൻസ്. നമുക്ക് അതിനൊക്കെ പേര് കൊടുക്കാം, R, S എന്നൊക്കെ വിളിക്കാം. ദിസ് ഈസ് കോൾഡ് R, ദിസ് ഈസ് കോൾഡ് S. ദിസ് ഈസ് വാട്ട്? നോൺ റെസിസ്റ്റൻസ്. വാല്യൂസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, 1, 2, 3, 4, 5. അപ്പോൾ നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് 20 ohm ആണ് എടുക്കേണ്ടെങ്കിൽ അവിടുന്ന് ആ കീ ഞാൻ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് 2 ohm ആണെങ്കിൽ അവിടുത്തെ കീ റിമൂവ് ചെയ്താൽ ഇത് 2 ohm ഇതിൽ ഇൻക്ലൂഡഡ് ആയി. ഇനി നിങ്ങൾക്ക് 4 ohm ആണെങ്കിൽ 2 കീ എടുക്കണം. 2 + 2 4. ഇങ്ങനെ ഏത് വാല്യൂ ഓഫ് റെസിസ്റ്റൻസും ഈ റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് കോൾഡ് നോൺ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. ഇസ് ദാറ്റ് ക്ലിയർ? യെസ്.
ഈ നോൺ വാല്യൂ എവിടെയാണ് കൊടുക്കുന്നത്? ഇവിടെ ഒരു റൈറ്റ് ഗ്യാപ്പില്ലേ, അവിടെയാണ് നമ്മൾ നോൺ വാല്യൂ കൊടുക്കുന്നത്. ഈ ഗ്യാപ്പിലാണ്. അൺനോൺ വാല്യൂ മറ്റേ ഗ്യാപ്പിൽ. ഓക്കെ, സെല്ല് പുറത്തു കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേത് കണക്ഷനാണ് അപ്പം ലെഫ്റ്റ് ആയത്? ഈ മിഡിലുള്ളത് അല്ലേ? അപ്പോൾ ഈ മിഡിലുള്ളതിലേക്കാണ് നമ്മൾ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഗാൽവനോമീറ്റേഴ്സ് ഈസ് കണക്റ്റഡ് ടു ദ മിഡിൽ പാർട്ട് ആൻഡ് ഗാൽവനോമീറ്ററിൻ്റെ മറ്റേ എൻഡിന്ന് മെറ്റാലിക് കോണ്ടാക്റ്റിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്, ദിസ് ഈസ് കോൾഡ് ജോക്കി. ഓക്കെ, ജോക്കി എന്നാണ് ഇതിനെ വിളിക്കുക, ഈ ഒരു അപ്പാരറ്റസിനെ വിളിക്കുന്നത്. ഈ ജോക്കി കൊണ്ട് നമ്മൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോഴാണ് ഇതിൽ കോണ്ടാക്റ്റ് ഉണ്ടാവുന്നതും വി ആർ ഗോയിങ് ടു ടേക്ക് ദ റീഡിങ്ങും. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നടക്കുന്നത്? ഇങ്ങനെ ഒരു സർക്യൂട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ അൺനോൺ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, റൈറ്റ്? ലെറ്റ് us draw the circuit. How you can draw that? Let us see. ഇതേപോലെ തന്നെ നമ്മൾ വരയ്ക്കാൻ പോവാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? സി, 2 മെറ്റാലിക് ക്ലാമ്പ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ക്ലാമ്പ് ആൻഡ് മിഡിൽ ഇങ്ങനൊരു സ്പേസ് ഉണ്ട്. അനദർ റൈറ്റ് സൈഡിലുള്ള മെറ്റാലിക് സ്ട്രിപ്പ് ഉണ്ട്. ഇനി നമ്മൾ വയർ 1 മീറ്റർ വയർ കണക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ആ 1 മീറ്റർ ലെങ്ത് ഉള്ള വയർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? സെല്ല് കണക്ട് ചെയ്യണം അല്ലേ? സർക്യൂട്ടിലേക്ക് സെല്ല് കണക്ട് ചെയ്തു. അതൊരു കീ വഴി ഇതിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസും നോൺ റെസിസ്റ്റൻസും കണക്ട് ചെയ്യണം. ശരിയല്ലേ? അത് ഏത് ഗ്യാപ്പിലായിരുന്നു? ലെഫ്റ്റ് ഗ്യാപ്പിൽ വി ആർ കണക്റ്റിംഗ് ദ അൺനോൺ റെസിസ്റ്റൻസ്. ഐ ആം ഗോയിങ് ടു കോൾ ഇറ്റ് ആസ് ക്യാപിറ്റൽ R, which is unknown. Question mark ഇട്ട് വയ്ക്കാം, unknown. Okay, now non resistance you can take in this gap, that is I can call it as S. Here also notations അല്ല important കേട്ടോ, ഇതിൻ്റെ കോൺസെപ്റ്റ് ആണ്. നൊട്ടേഷൻ മാറിയിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. You just you have to know what is the concept behind it. Okay, next one I am going to call next resistance as S. Okay, this is non. ഞാൻ നോൺ എന്ന് എഴുതാം ബ്രാക്കറ്റിൽ, വിച്ച് ഈസ് നോൺ. മിഡിൽ കണക്ഷൻ എന്തായിരുന്നു പോയത്? ഗാൽവനോമീറ്റർ ആൻഡ് ജോക്കി. അപ്പോൾ ഞാൻ ആ ഗാൽവനോമീറ്റർ നെക്സ്റ്റ് വൺ ഈസ് ജോക്കി എന്ന് ഫുൾ എഴുതണ്ട, ജെ എന്ന് എഴുതിയാൽ മതി. വിച്ച് ഡിനോട്ട്സ് ജോക്കി. എന്താ ഇതിൻ്റെ അർത്ഥം? ഈ ജോക്കി ഫൈനലി ടച്ച് ചെയ്യുന്നത് ആ 1 മീറ്റർ ലൈനിൻ്റെ മുകളിൽ ഇങ്ങനെ, ശരിയല്ലേ? നോക്കിയേ, ടച്ച് ചെയ്യുന്നത് ആ 1 മീറ്റർ ലൈനിൻ്റെ മുകളിൽ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ കണക്ഷൻ അങ്ങനെ വരച്ചത്. ക്ലിയർ ആയോ? യെസ്. ഓക്കെ, അപ്പോൾ ലാബായിട്ട് ഇത് ഇപ്പം തന്നെ ലാബിൻ്റെ കാര്യങ്ങളോട് പഠിച്ചാൽ ഇറ്റ്സ് ഈസി ഫോർ യു ടു ഡു ദ ലാബ്. ഓക്കെ, അപ്പോൾ ഇത്രയും അറേഞ്ച്മെൻ്റ് ആണ്. നമുക്ക് കുറച്ച് നെയിമിങ് കൊടുക്കാം, കുറച്ച് ആംസിനൊക്കെ ഒരു പേര് കൊടുക്കാം. ദിസ് എൻഡ് ഐ എം കോളിംഗ് ആസ് എ എന്ന് വിളിക്കാം. ദിസ് എൻഡ് ഐ എം കോളിംഗ് ആസ് ബി, സി ആൻഡ് ഡി. നെയിമിംഗ് ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാനൊരു വൃത്തിക്ക് ABCD ആൽഫബറ്റിക് ഓർഡറിൽ കൊടുത്തു. ദാറ്റ് മീൻസ് ആ സെല്ല് കൊടുത്ത പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ഈ പോയിൻ്റ് ആ 2 പോയിൻറ്റ്സിനെ ഐ എം കോളിംഗ് ആസ് എ ആൻഡ് ബി. മിഡിലിൽ നമ്മൾ ഗാൽവനോമീറ്റർ കൊടുത്ത ആ എൻഡിലെ ആ പോയിൻറ്റിനെ നമുക്ക് സി എന്ന് വിളിക്കാം, ഈ നടുവത്തെ പോർഷൻ. ഓക്കെ, ആ സിന്ന് ഗാൽവനോമീറ്റർ ഫൈനലി ഈ ഒരു വയറിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് ഡി എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. നെക്സ്റ്റ്, ഈ അറേഞ്ച്മെൻ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇതിനെ ഞാൻ വേറെ രീതിയിൽ വരച്ച് നോക്കിയാൽ വാട്ട് യു വിൽ ഗെറ്റ്, ലെറ്റ് us see. ഇതൊരു റെസിസ്റ്റൻസ്, റൈറ്റ്? ദിസ് ഈസ് അനദർ റെസിസ്റ്റൻസ്, റൈറ്റ്? ബോത്ത് ഓഫ് ദ റെസിസ്റ്റൻസ് ആ എൻഡ്സ് കണക്ട് ചെയ്യുന്നത് സെല്ലിലേക്ക്, ശരിയല്ലേ? യെസ്. ഇനി വാട്ട് ഐ എം ഗോയിങ് ടു ഡു മീൻസ് ദിസ് റെസിസ്റ്റൻസ് ഈസ് അൺനോൺ, ദിസ് റെസിസ്റ്റൻസ് ഈസ് നോൺ അല്ലേ? എന്നിട്ട് ഈ സർക്യൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വാട്ട് ഐ വിൽ ഡു മീൻസ് ഐ വിൽ ടേക്ക് 1 ohm റെസിസ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ 1 ohm 2 ohm ഈ നോൺ റെസിസ്റ്റൻസ് നൂരും. ഓക്കെ, ഈ നോൺ റെസിസ്റ്റൻസ് ഒരു 2 ohm എടുത്തു കഴിഞ്ഞിട്ട് ഈ ജോക്കി ഉണ്ടല്ലോ ഗാൽവനോമീറ്റർ, അപ്പോൾ എന്ത് കാണിക്കും? ഡെഫിനറ്റ്ലി ഇറ്റ് ഷോസ് എ ഡിഫ്ലക്ഷൻ, ഐദർ ഓൺ റൈറ്റ് ഹാൻഡ് സൈഡ് ഓർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അത് ഡിഫ്ലക്ഷൻ കാണിക്കും, റൈറ്റ്? ബിക്കോസ് വാട്ട്? Because the cell is connected, definitely current will flow through this wire and the entire circuit. So definitely galvanometer shows a reading.
ഇനി നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ജോക്കി എ എന്ന് പറഞ്ഞ എൻഡ് എന്നാണ് നമ്മൾ തുടങ്ങുക. എ എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ടച്ച് ചെയ്താൽ തന്നെ മതി. ഇങ്ങനെ ടച്ച് ചെയ്ത് നമ്മൾ പോകും. ഫൈനലി എ പോയിന്റ് റീച്ച് വേർ ദ ഗാൽവനോമീറ്റർ ഈസ് ഷോയിങ് എക്സാക്ട്ലി 0 ഡിഫ്ലക്ഷൻ. ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ബാലൻസിങ് പോയിന്റ്. ഓക്കെ, നേരത്തെ വീസ്റ്റോൺസ് ബ്രിഡ്ജിൽ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് ബാലൻസിങ് പോയിന്റ് എന്നുള്ളത്. എന്തായിരുന്നു? എൻ്റെയും ആ 2 എഡ്ജസ് ഇല്ലായിരുന്നോ, ജംഗ്ഷൻസ്, അതിൻ്റെ പൊട്ടൻഷ്യൽസ് സെയിം ആകുമ്പോൾ ഗാൽവനോമീറ്ററിലൂടെ പിന്നെ കറണ്ട് പാസ് ചെയ്യില്ല. ഓക്കെ, അങ്ങനെ പൊട്ടൻഷ്യൽസ് സെയിം ആയി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഇൻഡിക്കേഷൻ? ഗാൽവനോമീറ്റർ ഷോസ് 0 ഡിഫ്ലക്ഷൻ. അറ്റ് ദാറ്റ് പോയിന്റ് ദിസ് ബ്രിഡ്ജ് ഈസ് സെറ്റ് ടു ബി ബാലൻസ് ആൻഡ് യൂസിങ് ദ ബാലൻസിങ് കണ്ടീഷൻ R1/R2 is equal to R3/R4. അതിൽ നിന്ന് നിങ്ങൾക്ക് അൺനോൺ റെസിസ്റ്റൻസ് കിട്ടുമല്ലോ. ആ ഐഡിയ ആണ് ഇവിടെ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ബാലൻസിംഗ് ലെങ്ത് എങ്ങനെയാണ് കിട്ടുക? സെല്ല് കണക്ട് ചെയ്തു, യു ആർ ടേക്കിംഗ് വൺ ഓഫ് ദ സ്പെസിഫിക് റെസിസ്റ്റൻസ്, നോൺ റെസിസ്റ്റൻസ് ഫ്രം എസ്, ആൻഡ് യു വിൽ sliding the jockey over the 1 meter wire, and finally a point reach where exactly the galvanometer shows 0 deflection. That is called the balancing point. ഇനി ബാലൻസിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഹിയർ 1 ലെങ്ത് യു വിൽ ഗെറ്റ്, റൈറ്റ്? ആ ലെങ്ത്തിനെ ഐ എം ഗോയിങ് ടു കോൾ ഇറ്റ് ആസ് ദ ഫസ്റ്റ് ലെങ്ത്. ദാറ്റ് മീൻസ് ഫ്രം ദ എഡ്ജ് എ വേർ ദ ജോക്കി ഈസ് കണക്റ്റഡ്, ദിസ് ലെങ്ത് ഐ എം കോളിംഗ് ഇറ്റ് ആസ് L1. And one more thing, this meter bridge is of 1 meter length, right? 1 meter എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാ? 100 സെൻറ്റിമീറ്റർ, റൈറ്റ്? അപ്പോൾ ഇത് L1 ആണെങ്കിൽ ആ റിമൈനിങ് ലെങ്ത് നോ നീഡ് ടു കാൽക്കുലേറ്റ്. ലോജിക് വൈസ് എന്തായിരിക്കും? ക്യാൻ യു ഗസ്? ഇഫ് ദിസ് ഈസ് L1, വാട്ട് വിൽ ബി ദ റെസ്പോൺസ്? ഇറ്റ് വിൽ ബി, യെസ്, 100 മൈനസ് L1 ഓർ L2 എന്ന് വിളിക്കാം. ഇറ്റ്സ് യുവർ വിഷ്. So I am going to call it as 100 minus L1. So we got both of the lengths. The balancing length from the end A is L1 and the remaining part balancing length is 100 minus L1, right? Yes. This change you. Definitely it will change. When? Can you guess? When the balancing length is shifting? Yes, you are right. When you are changing the resistance, non-resistance S, no? ഈ എസ്സിൽ ഞാനിപ്പോൾ 2 ohm അല്ല എടുത്തത്, 2 ohm 1 ohm ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത വാല്യൂ, ഇനി 3 ohm ഞാൻ എടുത്തു. എസ് എന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്, അതായത് എസ് ഈസ് ഇൻക്ലൂഡഡ് ആസ് 3 ohm. അപ്പോൾ എന്ത് വരും വ്യത്യാസം? ഡെഫിനറ്റ്ലി ദ ബാലൻസിങ് ലെങ്ത് വിൽ ഷിഫ്റ്റ്. ഓക്കെ, സോ ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു വട്ടമൊന്നല്ല നമ്മൾ ചെയ്യാം. വി വിൽ ടേക്ക് ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ദിസ് എസ് ടു ഫൈൻഡ് ഔട്ട് ദ അൺനോൺ റെസിസ്റ്റൻസ്. ദെൻ ഓൺലി യു വിൽ ഗെറ്റ് ദ അൺനോൺ റെസിസ്റ്റൻസ് ആസ് എറർ ഫ്രീ. ഏറ്റവും നല്ല വാല്യൂ അൺനോൺ റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വാല്യൂസ് എടുത്തുകൊണ്ടിരിക്കണം. ട്രയൽ. ഇസ് ദാറ്റ് ക്ലിയർ? യെസ്. എക്സ്പെരിമെൻ്റ് ഏകദേശം മനസ്സിലായല്ലോ? യെസ്. ഇനി ഇതൊന്ന് നോക്കിക്കുക എന്തൊക്കെയാണ് നടക്കുന്നത്. ഇത് സിമിലർ ടു അവർ വീസ്റ്റോൺസ് ബ്രിഡ്ജ് ആണോ ഇത്? ഈ ഒരു സംഗതി കണക്ട് ചെയ്യുന്നതിന് മുന്നേ, അതിന് മുന്നേ ഞാൻ ഒരു ക്വാണ്ടിറ്റി കൂടി ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അതിനെ കുറച്ചുകൂടി പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. ദാറ്റ് ഈസ് കോൾഡ്, ഐ എം ഗോയിങ് ടു കോൾ എ ന്യൂ ക്വാണ്ടിറ്റി ആസ് RCM. What is RCM? Listen, very important. What is RCM means? Resistance of the wire per unit centimeter. Unit centimeter. അതിൻ്റെ മീനിങ് എന്താ? ഈ വയറില്ലേ, 1 meter വയർ, അതൊരു അലോയ് വയറാണ്. ഇറ്റ് ഈസ് ഓൾസോ ഹാവിങ് എ സ്പെസിഫിക് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, റൈറ്റ്? ഇനി ആ 1 meter വയറിൻ്റെ മൊത്തം റെസിസ്റ്റൻസ് ആണ്, മൊത്തം റെസിസ്റ്റൻസ് R എന്ന് പറഞ്ഞൊരു വാല്യൂ ആണെങ്കിൽ അതിൻ്റെ ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ് 100 സെൻറ്റിമീറ്റർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആ വയറിൻ്റെ മൊത്തം ലെങ്ത് റെസിസ്റ്റൻസ് നിങ്ങൾക്കൊരു വാല്യൂ കിട്ടി. ആ വാല്യൂ ഏകദേശം ഒരു, ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് 1 ohm എന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ ലെറ്റ് ഇറ്റ് ബി 1 ohm. ഈ 1-ന് ഇത് എത്ര സെൻറ്റിമീറ്റർ വയറാണ്? 100 സെൻറ്റിമീറ്റർ വയറാണ്. അപ്പോൾ 1/100 ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? 0.01 സെൻറ്റിമീറ്റർ, 0.1 ohm per സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ശരിയാണോ? ഈ പറഞ്ഞ ആളാണ് RCM. ഇതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞെന്നുള്ളൂ. എന്താണ് RCM? റെസിസ്റ്റൻസ് ഓഫ് ദ എൻറ്റയർ 1 meter ലെങ്ത് per unit length. That means total value of resistance of this wire by total length. What is the total length? 100 centimeter.
അതെന്ന് പറഞ്ഞാൽ ചെറിയൊരു വാല്യൂ ആണ്. ഈവൻ ദോ അങ്ങനെ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ RCM എന്താണെന്നുള്ളത് ഒന്ന് ഡീറ്റെയിലേക്ക് പോയി എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷനാവും, ഇപ്പോൾ RCM ഒക്കെ ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് ഒക്കെ എങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്ക് അതിൻ്റെ ആവശ്യമേ വരില്ല. കാരണം ഫൈനൽ ആൻസറിൽ ഈ RCM ഇല്ല. ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ബോധപ്പെടേണ്ട കാര്യമേ ഇല്ല. നമുക്ക് വേണ്ടത് അൺനോൺ റെസിസ്റ്റൻസും നോൺ റെസിസ്റ്റൻസും അതിനെക്കുറിച്ച് മാത്രം തിങ്ക് ചെയ്താൽ മതി. ക്ലിയർ? സോ വാട്ട് ഈസ് RCM? റെസിസ്റ്റൻസ് ഓഫ് ദ 1 meter ലെങ്ത് വയർ പെർ യൂണിറ്റ് സെൻറ്റിമീറ്റർ. ഇനി നോക്കുക, ഇനി ബ്രിഡ്ജ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞ കേസിൽ ഇതിൻ്റെ ഈ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് L1 ആണെന്ന് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ റെസിസ്റ്റൻസ് പെർ സെൻറ്റിമീറ്റർ RCM ആണെങ്കിൽ ക്യാൻ യു സേ വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് AD, the length AD? Can you see the length AD when the balancing point is reached? Yes, the length AD is nothing but L1, right? ഇനി ആ L1 ഉള്ള ലെങ്ത് ഉള്ള സെഗ്മെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഇഫ് RCM ഇസ് ദ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. പെർ യൂണിറ്റ് ലെങ്ത് എന്ന് ഉദ്ദേശിച്ചത് ഓരോ സെൻറ്റിമീറ്ററിനും 0.01 ഓം പെർ സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ റെസിസ്റ്റൻസ് പെർ സെൻറ്റിമീറ്റർ എന്നാണ് RCMൻ്റെ മീനിങ്. പിടികിട്ടിയോ? ടോട്ടൽ റെസിസ്റ്റൻസിനെ 100 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ഓരോ സെൻറ്റിമീറ്ററിനും എത്ര കിട്ടുന്നു എന്നുള്ളതാണ് RCM. അങ്ങനെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇത് 55 സെൻറ്റിമീറ്റർ ആണ്. ലെറ്റ് ഇറ്റ് ബി 55 സെൻറ്റിമീറ്റർ. ഒരു സെൻറ്റിമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഈസ് 0.01 ഫോർ എക്സാമ്പിൾ. സോ വാട്ട് ഈസ് ദ എൻറ്റയർ ആ ഒരു L1 എന്ന് പറഞ്ഞ ലെങ്ത്തിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് എങ്ങനെ കിട്ടും? അതായത് ഇപ്പോൾ ഒരു നോട്ട്ബുക്കിന് 10 rupees-ആണ്. 55 നോട്ട്ബുക്കിന് എത്രയാണ്? 55 × 10 എന്നല്ല നിങ്ങൾ ചെയ്യുക. സിമിലർലി വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് ഓഫ് AD? AD വിൽ ബി നത്തിങ് ബട്ട് RCM × L1, റൈറ്റ്? ശരിയല്ലേ? അപ്പോൾ RCM × L1 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് L1. കാരണം RCM എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിമീറ്ററിൻ്റെ റെസിസ്റ്റൻസാണ്. അപ്പോൾ 55 സെൻറ്റിമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെ കിട്ടും? ആ ഒരു സെൻറ്റിമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് × 55 ചെയ്താൽ മതി. ക്ലിയർ? യെസ്. സോ വി ഗോട്ട് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സെഗ്മെൻറ്റ് AD. ഓക്കെ. സിമിലർലി യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സെഗ്മെൻറ്റ് BD. നെക്സ്റ്റ് സ്റ്റെപ്പ് അത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് ഓഫ് ദ സെഗ്മെൻറ്റ് BD ഈസ് ഈക്വൽ ടു വാട്ട് ഇറ്റ് വിൽ ബി? ഇതേപോലെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഈ ഒരു ലൈൻ സെഗ്മെൻറ്റിൻ്റെ അഗെയിൻ ദ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് RCM. ആ RCM × ആ ലെങ്ത് ചെയ്താൽ മതി. സോ വാട്ട് ഇറ്റ് വിൽ ബി? RCM × 100 - L1. കിട്ടിയോ? സോ എന്താ ഇപ്പോൾ കിട്ടിയത്? L1 എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. സിമിലർലി 100 - L1 എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ റെസിസ്റ്റൻസും കണ്ടുപിടിച്ചു. ഇപ്പം എന്താ ആക്ച്വലി ഇവിടെ കിട്ടിയത്? ഒരു റെസിസ്റ്റൻസ്, അനദർ റെസിസ്റ്റൻസ്, അഗെയിൻ വൺ മോർ റെസിസ്റ്റൻസ്, അഗെയിൻ വൺ മോർ റെസിസ്റ്റൻസ്. 4 റെസിസ്റ്റൻസ് വി ഹാവ്. ആൻഡ് ഇതിനെ ഞാൻ വേറൊരു രീതിയിൽ വരച്ചാൽ എന്താ കിട്ടുക നോക്കാം. അതൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി, ജസ്റ്റ് എക്സ്ട്രാ പറയുന്നുള്ളൂ. ഇതാണ് നമ്മുടെ R. ദിസ് ഈസ് അവർ S. ആൻഡ് മിഡിൽ വി ആർ കണക്റ്റിംഗ്. സി, ഈ മിഡിൽ തന്നെയാണ് ഗാൽവനോമീറ്റർ കണക്ഷൻ. ആൻഡ് ഫൈനലി ദിസ് ലെങ്ത്തിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് സെഗ്മെൻറ്റ്? RCM × L1. ആൻഡ് സിമിലർലി ഈ ഒരു സെഗ്മെൻറ്റിനെ ഞാനൊരു റെസിസ്റ്റൻസ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഈസ് RCM × 100 - L1, റൈറ്റ്? 100 - L1. ആൻഡ് പുറത്ത് കൂടെ ആരും പോകുന്നുണ്ട്? സെല്ല് ഒരു കീ ഒക്കെ പോകുന്നുണ്ട്. ഇത് എവിടെയും കണ്ട് ഓർമ്മ ഉണ്ടോ? ദിസ് ഈസ് നത്തിങ് ബട്ട് അവർ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് പറയുന്നത് ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് മാത്രമാണ്. ഇറ്റ് ക്യാൻ ബി ഓഫ് എനി ഫോം എന്നല്ലേ ഇപ്പോൾ മനസ്സിലായത്? വേണ്ട, ഇങ്ങനെ നീണ്ടിട്ടും നമുക്കതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ മീറ്റർ ബ്രിഡ്ജിൻ്റെ അറേഞ്ച്മെൻറ്റ് എക്സാക്ട്ലി സിമിലർ ടു വാട്ട് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. അങ്ങനെ ആയാൽ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൻ്റെ ആ ബാലൻസിങ് കണ്ടീഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്യാലോ. ബിക്കോസ് ബോത്ത് ആർ സെയിം ഇൻ അതർ സെൻസ്, അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം തന്നെ ഇതായതുകൊണ്ട് യു ക്യാൻ അപ്ലൈ ദ ബാലൻസിങ് കണ്ടീഷൻ ഓഫ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. എന്തായിരുന്നു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് പറഞ്ഞിരുന്നത്?
this resistance by this resistance equal to this resistance by this resistance അല്ലേ? നമ്മൾ ഈ റെസിസ്റ്റൻസുകൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ തന്നെയായിരിക്കും ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെ അല്ലേ? റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് സെയിം ആണെന്നല്ലേ വിസ്റ്റേൺസ് ബ്രിഡ്ജ് പറഞ്ഞത്? യെസ്. അങ്ങനെയാണെങ്കിൽ വാട്ട് യു ക്യാൻ റൈറ്റ് ഹിയർ? this resistance by this resistance equal to this resistance by this resistance. Shall I write? Yes. The ratio of resistance R by S is equal to this resistance by this resistance. What is it? RCM into L1 is the resistance of this segment divided by what is the resistance of this segment? RCM into 100 minus L1. And I told you this RCM is not going to trouble you because it get cancelled. Okay, ഇത് cancel ആയി പോവും. ഇനി RCM കണ്ടുപിടിക്കാൻ മെത്തേഡൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്കത് ആവശ്യമില്ല. So what is it? R by S is equal to L1 by 100 minus L1. Clear? What was our aim? Where was the question mark? At the point of R. Okay. So how will you get R from this? So what is R? S into L1 by 100 minus L1, right? So we got successfully the unknown resistance of this wire using what? Meter bridge arrangement. ഇത് ചുമ്മാ പറയുന്നതല്ല, നമുക്ക് ലാബിൽ ഇതിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ടൊക്കെ ഇതാണ് ആൾ. ഓക്കെ, ഇതിൻ്റെ കോമ്പിനേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാണ്ട് ഇങ്ങനെ ഒരു വയർ തന്നാൽ യു ക്യാൻ വെരി വെൽ, ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും യു ക്യാൻ വെരി വെൽ ഫൈൻഡ് ഔട്ട് ദ റെസിസ്റ്റൻസ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഇതിൻ്റെ റെസിസ്റ്റൻസ് കിട്ടാൻ വേറൊരു മെത്തേഡ് ഉണ്ടല്ലോ, അതും ചെയ്യുന്നത് നമ്മൾ ഓംസ് ലോ അല്ലേ? ഓംസ് ലോ വെച്ചിട്ടും നമുക്കിതിൻ്റെ റെസിസ്റ്റൻസ് കാണാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്തത് മീറ്റർ ബ്രിഡ്ജ് വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് കാണുക എന്നുള്ളത്. ഈസ് ദാറ്റ് ക്ലിയർ? യെസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫൈനൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് R ഈക്വൽ ടു S ഇൻറ്റു L1 ബൈ 100 മൈനസ് L1. എന്തേ ചെയ്യാറുള്ളൂ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യുമ്പോൾ വി നീഡ് ടു ഫൈൻഡ് ഓൺലി ദ ബാലൻസിങ് ലെങ്ത് പ്രോപ്പർലി. ഓക്കെ, ആ L1 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. S ഓൾറെഡി നമുക്കറിയാം, ബിക്കോസ് റെസിസ്റ്റൻസ് ബോക്സ് നമ്മൾ തന്നെ എടുത്ത കാര്യമല്ലേ, സോ അത് നമുക്കറിയാം. ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് L ചെയ്തിട്ട് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് R ഒക്കെ സെയിം ആയിരിക്കണം, ബിക്കോസ് R എന്ന് പറയുന്നത് ഒരു യൂണീക്ക് വാല്യൂ ആണല്ലോ. S മാറിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫൈനൽ ആൻസർ R എന്തായിരിക്കും? സെയിം ആയിട്ടാണ് കിട്ടുക. Clear? In order to make it accurate, we are taking different set of S and we will find out, consolidate the value of R. അതാണ് നടക്കുന്നത്. പിന്നെ എറർ, മിനിമം എറർ ഇൻ ദ മെഷർമെൻറ്റ് നടക്കണമെങ്കിൽ നിങ്ങൾ ഈ ബാലൻസ് ലെങ്ത് ഏകദേശം മിഡിലായിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആറിനെ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചെറിയൊരു പെർസെൻറ്റേജ് എററിന് ആറ് കിട്ടും. അതായത് ബാലൻസ് ലെങ്ത് നിങ്ങൾ എടുക്കുമ്പോൾ ലെഫ്റ്റിലേക്കും അല്ലെങ്കിൽ റൈറ്റ് എൻഡിലേക്കൊക്കെ വന്നാൽ ആക്യുറേറ്റ് ആയുള്ള വാല്യൂ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ സർക്യൂട്ട് ഒന്നുകൂടി നോൺ റെസിസ്റ്റൻസ് ഇല്ലേ, അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ എക്സാക്ട് വാല്യൂ. അതുകൂടി ഒന്ന് അറിഞ്ഞു വെക്കണേ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പണ്ട് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. സോ അതുകൂടി നോട്ട് ചെയ്യണം. ഇൻ നോട്ട് ടു ഗെറ്റ് പ്രിസൈസ് വാല്യൂ ഓഫ് precise value of capital R, you should get the balancing point in the middle. മിഡിൽ എന്ന് ഉദ്ദേശിച്ചാൽ 50ൻ്റെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് വേണം നിങ്ങൾക്ക് കിട്ടാൻ. Is that clear? Yes, that's all regarding meter bridge.